അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠവുമായ നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കാര സമയം കഴിഞ്ഞ് ഒന്നുറങ്ങി എണീറ്റതിന് ശേഷം സുബ്ഹിയുടെ മുമ്പ് അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് വരെ ആകാം. ഇത് 2 റക്അത്തോ അതിലപ്പുറമോ ആകാം. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ പതിവായി ചെയ്യണം, അല്ലെങ്കിൽ ഇത് കറാഹത്താണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നാം അല്ലാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ സമയം. ജീവിതത്തിൽ ഇത് പതിവാക്കിയാൽ ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിയും. അങ്ങനത്തെ നേട്ടങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 1. ആരും ചിന്തിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത അത്ഭുത പ്രതിഫലം തഹജ്ജുദ് നിസ്കാരത്തിലൂടെ നമുക്ക് നേടാം. 2. എല്ലാവിധ പ്രയാസങ്ങൾക്കും തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചാൽ മതി. എല്ലാവിധ പ്രയാസങ്ങളും, മാനസികവും ശാരീരികവും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാത്തിനും പരിഹാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഏത് വലിയ ദുആക്കും അല്ലാഹു തആല ഉത്തരം തരുന്ന ഒരു നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. എത്ര വലിയ പാപങ്ങളും പൊറുക്കപ്പെടും. എനിക്ക് ഇനി നന്നാവണമെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്കും ഇത് പതിവാക്കിയാൽ മതി. അസൂയ, അഹങ്കാരം, ദേഷ്യം ഇവയൊക്കെ നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ മതി. അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗവുമാണ് തഹജ്ജുദ് നമസ്കാരം. സ്വാലിഹീങ്ങളായ മനുഷ്യരുടെ അടയാളമാണ് തഹജ്ജുദ് നമസ്കാരം. എത്ര വലിയ അസുഖങ്ങളുണ്ടെങ്കിലും ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് കാവൽ കിട്ടും. തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിയും. അതുമല്ലാതെ തഹജ്ജുദ് നിസ്കാരത്തിന് വേറെയും ഗുണങ്ങളുമുണ്ട്. നമ്മൾ അറിയാത്ത വഴികളിലൂടെ അറിവ് കിട്ടുന്നു. നമ്മുടെ മുഖം പ്രകാശിക്കുന്നു. കൂട്ടുകാർ, കുടുംബം, ജനങ്ങൾ ഇവർക്കിടയിലെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടവരാകുന്നു. ആളുകൾ കൂടിയ സ്ഥലത്ത് നല്ല സംസാരങ്ങൾ വരികയും കൂടുതൽ വിലയും സ്വാധീനവും നമുക്ക് ലഭിക്കുന്നു. ടെൻഷൻ, ഡിപ്രഷൻ എല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നു. തഹജ്ജുദ് നിസ്കാരം എത്ര റക്അത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. 2, 4, 6 അങ്ങനെ 12 റക്അത്ത് വരെ നിസ്കരിക്കാം. ഉസല്ലി സുന്നത്ത് തഹജ്ജുദ് റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നന്മകൾ ചെയ്യാനും നല്ലത് കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.